ഏതാണ്ട് 2500 വർഷം മുമ്പത്തെ കഥയാണ്. ആഥൻസിൻ്റെ സേനയായ അഥീനിയൻ പട്ടാളം മാരത്തൺ എന്ന പട്ടണത്തിൽ വെച്ച് പേർഷ്യക്കാരെ തോൽപ്പിച്ചു. വിജയവാർത്ത ആഥൻസിലേക്ക് അറിയിക്കാൻ ഗ്രീക്ക് പട്ടാളക്കാർ ഫീഡിപ്പിഡസ് അവിടെ കൂടി. ആഥൻസിൽ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയാണ് മാരത്തൺ പട്ടണം. ആഥൻസിലെത്തി വിജയവാർത്ത പറഞ്ഞുടൻ ക്ഷീണിച്ചവശനായ ഫീഡിപ്പിഡസ് മരിച്ചു വീണു. ഏഥൻസുകാർക്ക് ഒരേ സമയം ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അത്. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒളിമ്പിക്സിൽ മാരത്തോൺ ഓട്ടം ആരംഭിച്ചത്. 1896 ആഥൻസിൽ നടന്ന ആദ്യത്തെ ഒളിമ്പിക്സ് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഒളിമ്പിക്സിലും മാരത്തൺ ഓട്ടം ഒരു പതിവിനമാണ്. ആദ്യ ഒളിമ്പിക്സ് മത്സരത്തിലെ മാരത്തൺ വിജയിക്ക് ഒരു വെള്ളിക്കപ്പ് നൽകുവാൻ ഫ്രഞ്ചുകാരനായ മൈക്കൽ ബ്രിയൽ തീരുമാനിച്ചു. ആ കപ്പ് മറ്റേതെങ്കിലും രാജ്യക്കാർ സ്വന്തമാക്കുന്നത് ഗ്രീക്ക് ജനതയ്ക്ക് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. കാരണം മാരത്തൺ അവർക്ക് ദേശീയതയുടെ പ്രതീകം തന്നെയായിരുന്നു. മാരത്തണിൽ മത്സരിച്ച 16 പേരിൽ 12 പേരും ഗ്രീക്കുകാരായിരുന്നു. വാശിയേറിയ മത്സരത്തിനൊടുവിൽ സ്പൈറോസ് ലൂയിസ് എന്ന ഗ്രീക്കുകാരൻ വിജയിയായി. ഫിനിഷിംഗ് ലൈനിനരികെ തളർന്നിരുന്നു പോയ ലൂയിസിനെ കിരീടാവകാശികളായ ജോർജ് രാജകുമാരനും കോൺസ്റ്റാന്റീനിയൻ രാജകുമാരനും താങ്ങിയെടുത്തു. ഗ്രീക്കുകാർ അത് കണ്ട് തുള്ളിച്ചാടി. പിന്നീട് നിരവധി സമ്മാന വാഗ്ദാനങ്ങൾ ലൂയിസിന് ലഭിച്ചു. എന്നാൽ ഗ്രീസിലെ രാജാവിനോട് അയാൾ ആവശ്യപ്പെട്ടത് നിസ്സാരമായൊരു സമ്മാനം മാത്രമായിരുന്നു: ഒരു കുതിര. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ആഥൻസിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആഥൻസിലേക്ക് വെള്ളം കൊണ്ടുവന്ന വീറ്റ് ലൂയിസ് പിന്നീട് വലിയ പണക്കാരനായി. സ്വന്തം നാട്ടിൽ നടന്ന ആദ്യത്തെ ഒളിമ്പിക്സിൽ ഗ്രീക്കുകാർക്ക് കിട്ടിയ ഏക സ്വർണ്ണ മെഡലായിരുന്നു ലൂയിസിൻ്റേത്. അതോടെ ലൂയിസ് ഗ്രീസിലെ സൂപ്പർ ഹീറോയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.